ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ അല്ല, ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ അല്ല, ഒരു ലഞ്ച് വ്ലോഗ് വീഡിയോ അല്ല. തമ്മനയിൽ കണ്ട പോലെ എൻ്റെ കയ്യിലുള്ള കുറച്ച് പാത്രങ്ങളെ പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഇതിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ വാങ്ങിയ ഒരു പാത്രങ്ങളുമില്ല. മിനിമം ഒരു കൊല്ലമെങ്കിലും ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് പാത്രങ്ങളാണ്. എനിക്കിഷ്ടപ്പെട്ട് ഞാനിങ്ങനെ സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്ന നമ്മുടെ എല്ലാവരുടെയും കൈ കാണുമല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മളിങ്ങനെ സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അതുപോലെ എനിക്കുള്ള കുറച്ച് പാത്രങ്ങളാണ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പം ആദ്യം തന്നെ എൻ്റെ കയ്യിൽ സ്റ്റീൽ പാത്രങ്ങളുണ്ട്, നമ്മുടെ ഇരുമ്പ് പാത്രങ്ങളുണ്ട്, മൺപാത്രങ്ങളുണ്ട്, നോൺ സ്റ്റിക്ക് പാത്രങ്ങളും ഉണ്ട്. ഈ 4 ടൈപ്പ് പാത്രങ്ങളും ഉണ്ട്. അതിലിപ്പം ഞാൻ ഏറ്റവും നല്ല പാത്രങ്ങൾ മാത്രമേ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളൂ. കാരണം ഞാൻ അല്ലാതെ സ്ക്രാച്ച് വീണതും അതുമെല്ലാം ഞാൻ ആക്രിക്ക് കൊടുത്തു. ആ ഒരു രീതിയിൽ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് പാത്രങ്ങളാണ്. ഇനി ഇതിനെന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ ഞാൻ പുതിയ ഒരെണ്ണം വാങ്ങിക്കത്തുള്ളൂ എന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നതാണ്. കാരണം ഇപ്പം ഞാൻ വാങ്ങിച്ച എന്തെങ്കിലും ഞാൻ ഉപയോഗിക്കുന്നത് എനിക്ക് ഭയങ്കരമായി ഇഷ്ടം തോന്നിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാനങ്ങനെ കുക്കിംഗ് വെസലുകൾ അങ്ങനെ അധികം വാങ്ങിക്കുന്നില്ല. പിന്നെ ഞാൻ ഈയിടെ ഒരു മൺപാത്രം വാങ്ങിച്ചു, ഒരെണ്ണം എൻ്റേത് പൊട്ടിയപ്പോഴത്തേനും ഒരെണ്ണം വാങ്ങിച്ചു. അതല്ലാതെ ഞാൻ പാചകം ചെയ്യുന്ന പുതിയ പാത്രങ്ങളൊന്നും എനിക്ക് തോന്നുന്നു ഞാനൊരു ഏകദേശം 1 കൊല്ലമായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല. എൻ്റെ ഒരു അറിവിൽ, എൻ്റെ ഒരു ഓർമ്മയിൽ വാങ്ങിച്ചിട്ടില്ല. കാരണം അത്രയും ഇപ്പം ഇരിക്കുന്ന എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കുറച്ച് പാത്രങ്ങളായതുകൊണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പം ആദ്യം ഞാൻ എടുക്കുന്നത്, നമുക്ക് സ്റ്റീലിൽ നിന്ന് തുടങ്ങാം. സ്റ്റീലിൽ ഈ ഒരു വിനോദിൻ്റെ ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഈ ഒരു കടായി പോലെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഇതിൻ്റെ കടായിയുടെ ഒരു ഷേപ്പ് അല്ല ഇത്. ഇതെൻ്റെ കയ്യിൽ 5 കൊല്ലമായിട്ടുള്ള ഒരു പാത്രമാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പം തൊട്ട് വന്നപ്പം കല്യാണത്തിന് മുന്നേ എൻ്റെ അമ്മായി എനിക്ക് കുറച്ച് പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ എനിക്ക് വാങ്ങിച്ചു തന്നിരുന്നു. അത് ട്രിവാൻഡ്രം സ്റ്റൈൽ പ്ലസിൽ നിന്ന് വാങ്ങിച്ചാണ്. വിനോദിൻ്റെയാണ് ഈ പാത്രം. നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രമാണ്. അപ്പം എൻ്റെ കയ്യിൽ ഒരു നല്ല പുതിയ, ആ സമയത്ത് നല്ല പുതിയൊരു ഇച്ചിരി വലിയ പാത്രം ഇത് മാത്രമാണെന്നുള്ളായിരുന്നു. അന്നോട്ട് ഞാൻ ഇത്രയും നാൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി നല്ലൊരു പാത്രമാണ്. ഈ ഒരു ഷേപ്പ് ഞാൻ ഓൺലൈനിലൊന്നും കണ്ടിട്ടില്ല വിനോദിൻ്റെ. പക്ഷെ മറ്റേ കടായിയുടെ ഷേപ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഷേപ്പിൽ ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിൻ്റെ തന്നെ സെയിം ഒരു ഇത് തന്നെയാണ് കടായി വരുന്നത്. ഇത് ഹെവി ബോട്ടമാണ്. നമുക്ക് ഇത് ബോട്ടം നല്ല കട്ടിയാണ്. ഹെവി ബോട്ടം സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു പാത്രമാണ്. ഇത് നല്ലതാണ്. ഒരു 1 പോട്ട് കുക്കിങ്ങിനൊക്കെ വെക്കാൻ നല്ലൊരു പാത്രമാണ്. ഇത് കുക്ക് ആൻഡ് സെർവ് ആണ്. നമുക്ക് കുക്ക് ചെയ്ത് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു കാണാൻ ഭംഗിയുള്ള ഒരു പാത്രമാണ്. അപ്പം ഇത് ഞാൻ യൂസ് ചെയ്യും. ഞാൻ ആദ്യമായിട്ട് 1 കിലോ ചിക്കൻ വാങ്ങിച്ചപ്പം ചിക്കൻ കറി വെച്ചത് ഞാൻ ഈ പാത്രത്തിനകത്താണ്. സാധാരണ ഞങ്ങൾ 1/2 കിലോ, ഇപ്പോഴും ഞങ്ങൾ മെയിനായിട്ട് 1/2 കിലോ വാങ്ങത്തുള്ളൂ. ചില സമയത്ത് 1-2 ദിവസത്തേക്കെന്നുള്ള രീതിയിൽ വാങ്ങിക്കുമ്പോൾ 1 കിലോ ചിക്കൻ അന്ന് ആദ്യമായിട്ട് ഞാൻ ഈ പാത്രത്തിലാണ് കുക്ക് ചെയ്തത്. പിന്നെ ഞാൻ ആദ്യമായിട്ട് ബിരിയാണി ദം ചെയ്തത്. ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രം ബിരിയാണി, അപ്പം കുറച്ച് മതി. ഈ ഒരു വലുപ്പത്തിലുള്ളതൊക്കെ ധാരാളം. ദം ചെയ്തതൊക്കെ ഈ പാത്രത്തിലാണ്. നല്ല പാത്രമാണ്, നല്ല ഹെവി, നല്ല അടികട്ടിയുള്ള നല്ലൊരു പാത്രമാണ്. ഇതിപ്പം 5 കൊല്ലമായി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട പാത്രങ്ങളിലൊന്നാണ്. അപ്പം ഞാനിതിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാനും അമ്മായിയും കൂടെ പോയി വാങ്ങിച്ച ഒരു പാത്രം. ഇത് സ്റ്റൈൽ പ്ലസ് ആയിരിക്കും ആ ഒരു കട, ട്രിവാൻഡ്രത്തുള്ള. അവിടെ നിന്ന് വാങ്ങിച്ചാണ് ഈ ഒരു പാത്രം. ഇത് ഓൺലൈനിൽ എനിക്കറിയത്തില്ല, ഈ ഒരു ഷേപ്പിൽ ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ സെയിം ആണ് ആ കടായി വരുന്നതും ഇതുപോലെ തന്നെ ഉള്ള പാത്രമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഹെവി ബോട്ടമായിട്ടുള്ള പാത്രം വേറെ ഉണ്ടായിരുന്നു. ഇച്ചിരി ചെറുതുണ്ട് അതിൽ. പക്ഷെ ഞാനിപ്പോൾ സാധനങ്ങളാക്കി ഫ്രിഡ്ജിനകത്തിരിക്കും. അത് നമുക്ക് ചൂടാക്കാനൊക്കെ അതിൽ നല്ലതാണ്. ഇപ്പോൾ ഒരു സാമ്പാറൊക്കെ നമുക്ക് കുറച്ച് സാമ്പാർ അധികം വന്ന് അതിനകത്ത് വെച്ച് ഫ്രിഡ്ജിനകത്ത് വെക്കാം. അതെടുത്ത് നമുക്ക് ചൂടാക്കാനും നല്ലൊരു പാത്രമാണ്.
ഈ ഹെവി ബോട്ടം ഇതിൻ്റെ ചെറുതായിരിക്കും, കുറച്ച് സൈസേ ഉള്ളൂ. അത് പക്ഷേ ഞാൻ ഓർത്തില്ല വീഡിയോ എടുക്കാൻ, ഞാൻ അതിനകത്താക്കി വെച്ചും പോയി ഇത്, അതുകൊണ്ടാണ്. പിന്നെ ഇനി അടുത്തത് വരുന്നത് ഈ ഒരു സ്റ്റീൽ പാത്രം. ഇത് ഹോക്കിൻസിൻ്റെ ആണ്. ഇതിനൊരു ലിഡും കൂടെ ഉണ്ട്. അത് പക്ഷെ ഞാൻ അധികം ഉപയോഗിക്കാറില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ഒരു 3 കൊല്ലമായിട്ട് എൻ്റെ കയ്യിലുള്ള ഒരു ചായ തിളപ്പിക്കുന്ന പാത്രമാണ്. എനിക്ക് ഈ 5 കൊല്ലത്തിൽ ഈ ആദ്യത്തെ 2 കൊല്ലം എപ്പോഴും എൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ ഇങ്ങനെ ഊറ്റുമ്പം താഴെ പോകല്ല്. അതാ എൻ്റെ ഇത്. നമ്മൾ ഇത് കണ്ടോ, ഇതിന് ഇവിടെ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അതുള്ളതുകൊണ്ട് നമുക്ക് ചായ ഇങ്ങനെ ഊറ്റുമ്പോൾ ഇത് ഒട്ടും താഴെ പോകത്തില്ല, അതിലൂടെ ഇങ്ങനെ വീണോളും. അതെനിക്ക് ഭയങ്കരമായി ഉള്ള ഒരു ഇതാണ്. അങ്ങനെ ഞാൻ നോക്കി വാങ്ങിച്ച ആദ്യത്തെ 2 കൊല്ലം എനിക്ക് ചായ ഒഴിക്കുമ്പോൾ ഇതിലേക്ക് എങ്ങനെയെങ്കിലും അതിങ്ങനെ ഒഴിക്കുമ്പം വീഴും. അതെനിക്ക് സാധാരണ ഈ ചായപാത്രത്തിൽ അങ്ങനെ വീഴും, എപ്പോഴും താഴെ വീഴും. എനിക്കത് ഇഷ്ടമല്ല. അതിന് ഞാൻ അങ്ങനെ വീഴാത്ത ടൈപ്പ് മാത്രം ആമസോണിൽ ഇത് ഇപ്പോഴും അവൈലബിൾ ആണ്. ഇതിൻ്റെ വലുതും അവൈലബിൾ ആണ്. ആക്ച്വലി നല്ലൊരു പാത്രമാണ് ഇത്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാത്രം. ഇത് ഞാനൊരു 3 കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് ഇതിലാണ് ഞാൻ ചായ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാത്രമാണ്. ഇതിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ കൊടുത്തേക്കാം. ഈ ഒരു ഹോക്കിൻസിൻ്റെ ആണ്. ഇതിന് നല്ല അടിക്കട്ടിയും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം ഇത് ആക്ച്വലി നല്ലൊരു നമ്മുടെ ചായപാത്രമാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് നല്ലതായിട്ട് വേറൊരു പാത്രം ഇതുപോലെ ചായയുടെ കേസ് വരുന്നു. നമുക്ക് ചായ ഇങ്ങനെ, ഇത് ആക്ച്വലി മിൽക്ക് പോട്ട് എന്നാണ് ഓൺലൈനിൽ കൊടുത്തിരിക്കുന്നത്. ഇതിനും കണ്ടോ ഈ ഒരു സംഭവം ഉണ്ട്. അപ്പം നമുക്ക് ചായ ഇങ്ങനെ അടിച്ച ചായ കുടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു സംഭവം. ഇതിന് പക്ഷേ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് വേറെ കുഴപ്പമൊന്നും തോന്നില്ല. ഞാനിങ്ങനെ ചായ ആറ്റാൻ വേണ്ടിയിട്ട് മാത്രമേ ഇത് ഉപയോഗിക്കാറുള്ളൂ ഇങ്ങനെ. അപ്പം ഈ ഒരു ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് ഇത് താഴെ പോത്തില്ല. കപ്പിലേക്ക് ഇങ്ങനെ ഒഴിച്ച് നമുക്ക് ഇങ്ങനെ ചായ അടിക്കാനും ഒക്കെ കാര്യം എനിക്ക് നല്ലതായിട്ടുണ്ട്. പക്ഷെ ഇതിന് വലിയ നമ്മൾ കാണുമ്പം ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിക്കുമ്പം കാണുമ്പോൾ ഇതിന് കട്ടി തോന്നിച്ചിരുന്നു. പക്ഷെ വന്നപ്പം അത്രയും കട്ടി എനിക്കിതിന് തോന്നുന്നില്ല. ഇത് കണ്ടിങ്ങനെ ഇതിങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ ഞെങ്ങുന്നുണ്ട്. പക്ഷെ ഉപയോഗിച്ചിട്ട് എനിക്ക് വേറെ പ്രശ്നമൊന്നും വെച്ചിട്ടില്ല. ഞാൻ ചായ ആറ്റുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, ഇടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് പക്ഷെ എനിക്ക് ഇഷ്ടമാണ്. നല്ലൊരു കട്ടി ഇങ്ങനെ കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഈ 2 സ്റ്റീൽ പാത്രങ്ങളാണ് മെയിനായിട്ടും എനിക്ക്. ഈ ചായപാത്രവും ഈ ഒരു നമുക്ക് കറിയൊക്കെ വെക്കാൻ പറ്റുന്ന ഈ ഒരു പാത്രവും കുറച്ച് നാളായിട്ട് എൻ്റെ കയ്യിലുള്ള 2 സ്റ്റീൽ പാത്രങ്ങളാണ്. പിന്നെ ഉള്ളതെല്ലാം സാധാരണ നമ്മുടെ പ്രസ്റ്റീജിൻ്റെ തന്നെ പ്രഷർ കുക്കറും കാര്യങ്ങളും ഒക്കെയാണ്. അതൊന്നും എനിക്ക് അത്ര വലിയ മഹാത്മ്യം എന്താ പറയുക, അത്ര ഒരു ഇത് തോന്നിയിട്ടില്ല. പിന്നെ ഇനി അടുത്തതെന്ന് പറയാൻ ഇത് വെയിറ്റ് ഉണ്ട്. ഈ ഒരു ഇരുമ്പിൻ്റെ കടായി ഞാൻ ഈ പറഞ്ഞ പോലെ ഇരുമ്പിനോടൊക്കെ ഉള്ള ഒരു ഇഷ്ടം തുടങ്ങിയപ്പം ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച ഒരു കടായിയാണ്. ആക്ച്വലി ഇത് ഏതിൻ്റെ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത് എൻ്റെ 5 കൊല്ലമായിട്ടുള്ളതാണ്. പക്ഷേ അന്നെന്ന് പറയാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. അന്ന് എനിക്ക് ഈ വലുപ്പത്തെക്കുറിച്ച് ഓൺലൈനിൽ കാണുമ്പം അതിനകത്ത് ഇപ്പം എനിക്ക് അവരിങ്ങനെ ഡയമീറ്ററിൻ്റെ സെൻറ്റിമീറ്റർ എഴുതി കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റും എത്ര വലുപ്പമാണ് ഉദ്ദേശിച്ചത്, എന്തുമാത്രം ഒരു വലുപ്പം കാണുന്നു. ഇപ്പം അന്ന് എനിക്ക് ആ ഒരു ഐഡിയ ഇല്ല, എത്ര വലുപ്പമായിരിക്കും എന്നൊരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വാങ്ങിച്ച കടായിയാണിത്. എനിക്ക് താങ്ങിക്കൊണ്ട് നിൽക്കാൻ പറ്റില്ല, ഇച്ചിരി വെയിറ്റ് ആണ്. ഇരുമ്പ് പാത്രങ്ങൾക്കൊക്കെ വെയിറ്റ് ഉണ്ട്. മെയിൻ്റനൻസ് ഒക്കെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്താൽ തലമുറകളോളം ഉപയോഗിക്കാൻ പറ്റുന്ന പാത്രങ്ങളാണ് ഇരുമ്പ് പാത്രങ്ങൾ. നമ്മുടെ മക്കളൊക്കെ ഇപ്പം ഞാൻ അതുപോലൊരു ദോശക്കല്ല് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാത്രമാണ് ഈ ഇരുമ്പ് പാത്രം എന്ന് പറയുന്നത്. പക്ഷെ നല്ലപോലെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം ഇതിൻ്റെ ഈ വാട്ടം ഇത് കണ്ടിട്ട് ഇച്ചിരി വലിയ കടായിയാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് 2 പേർക്ക് ഇത്രയും വലിപ്പം വേണ്ട. അന്ന് എനിക്ക് ആ ഒരു ബോധമില്ല. വന്നു കഴിഞ്ഞാണ് എനിക്ക് അബദ്ധം പറ്റുമെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പം പക്ഷെ ആ സമയത്ത് ഞാൻ കുറേ ഉപയോഗിച്ചു. ചിക്കൻ കറി, ചിക്കൻ റോസ്റ്റ്, മട്ടൻ റോസ്റ്റ്, പിന്നെന്താ മുട്ട റോസ്റ്റ്, പിന്നെ പൂരി ഫ്രൈ ചെയ്യാനും
ഒക്കെ ഉപയോഗിക്കാം. പക്ഷെ ഡെയിലി യൂസിന് ഇത്രയും വലിയ പാത്രം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കഴുകാനും അതിങ്ങനെ കൊണ്ട് നടക്കാൻ ഇച്ചിരി നല്ല പാട് തന്നെയാണ്. ഇതിന് നല്ല വെയിറ്റ് ഉണ്ട് ഈ ഇരുമ്പ് പാത്രം. അപ്പം ആൾക്കാർ കൂടുതലുള്ളപ്പം ഇത് സ്ഥിരമായി യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. നല്ല ക്വാണ്ടിറ്റി കൊള്ളുകയും ചെയ്യും, നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. പക്ഷെ ഞാനിത് മെയിനായിട്ടും ചിലപ്പം ചിക്കൻ റോസ്റ്റ് വെക്കാൻ, അല്ലെങ്കിൽ മട്ടൺ റോസ്റ്റ് വെക്കാൻ, മട്ടൺ കറി വെക്കാനൊക്കെയാണ് ഞാനിത് കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ഫ്രൈ ഐറ്റംസ് എന്തെങ്കിലും, ഇപ്പം ഞാൻ ഈ പൊരി ഐറ്റംസ് ഒന്നും ഉണ്ടാക്കുന്നില്ല 4 മണിക്ക്. പണ്ട് ഉണ്ടാക്കിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, ആ ഒരു തുടക്ക സമയത്ത്, കല്യാണം കഴിഞ്ഞ ഒരു തുടക്ക സമയത്ത്. അപ്പോഴൊക്കെ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. പൂരി ഉണ്ടാക്കാനും എല്ലാത്തിനും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊരു നല്ല പാത്രമാണ്. പക്ഷെ ഇരുമ്പ് ഈ പറഞ്ഞ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നല്ലപോലെ സൂക്ഷിച്ച് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ തുരുമ്പ് പിടിക്കും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളത് കഴുകി വൃത്തിയാക്കി, സത്യം പറഞ്ഞാൽ ഹാർഡായിട്ടുള്ള സോപ്പ്, ഡിറ്റർജൻറ്റ് ഒന്നും ഉപയോഗിക്കല്ലേ. ഇരുമ്പ്, മൺചട്ടി തുടങ്ങിയ പാത്രങ്ങളിൽ ലൈറ്റായിട്ട് അത് കഴുകി സ്റ്റൗവിൽ വെച്ച് അത് ചൂടാക്കി അതിൻ്റെ വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം നമ്മൾ എണ്ണ തൂത്ത് വെക്കുക. നന്നായിട്ട് എണ്ണ തൂത്ത് വൃത്തിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് കാലപ്പഴക്കം വന്ന് നമ്മൾ ഉപയോഗിക്കും തോറും ഇത് നല്ലതായി വരുമെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഇരുമ്പ് പാത്രം എത്രത്തോളം ഉപയോഗിക്കുന്നു അത്രത്തോളം നല്ലതായിട്ട് വരും. അല്ലാതെ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ ഒന്നും കാര്യം പറഞ്ഞാൽ അത് പോവത്തില്ല. നമുക്ക് നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നല്ലതായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ കൊല്ലങ്ങൾ ഇരിക്കുന്ന ഒരു പാത്രമാണ്. അപ്പം അങ്ങനെ ആദ്യമായിട്ട് വാങ്ങിച്ച ഒരു ഇരുമ്പ് പാത്രമാണ് ഞാനത്. പക്ഷെ അത് ഇച്ചിരി വലുതായതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞാൽ വലിയ ഒരു ചിക്കൻ കറി ഒക്കെ വെക്കുമ്പോഴും, അല്ലെങ്കിൽ ഇങ്ങനെ മട്ടൺ റോസ്റ്റ് ചെയ്യാൻ ഇതിന് ഇച്ചിരി വലിപ്പം കൂടുതൽ. അപ്പം ഇങ്ങനെ ഇളക്കി ഒട്ടും താഴെ പോകാൻ നമുക്ക് ഇളക്കി ഇങ്ങനെ റോസ്റ്റ് ചെയ്യാൻ പറ്റും. അതൊന്നും നല്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വാങ്ങിച്ച പാത്രങ്ങളാണ് ഇത് രണ്ടും. ഈ ഒരു നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ. നോൺ സ്റ്റിക്ക് പാത്രങ്ങളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഈ കല്യാണം കഴിഞ്ഞ സമയങ്ങളിൽ കൂടുതലും നോൺ സ്റ്റിക്ക് പാത്രങ്ങളോടായിരുന്നു ഒരു കമ്പം. അന്ന് കൂടുതൽ വിവരമില്ലായിരുന്നു. അപ്പം അന്ന് എനിക്ക് നോൺ സ്റ്റിക്ക് വാങ്ങണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ഞാൻ 1-2 നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ മാറ്റി എനിക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ കോട്ടിങ് ഇളകിപ്പോയി. എൻ്റെ കയ്യിൽ ആക്ച്വലി ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ വീട്ടിൽ ഉപയോഗിച്ച പാത്രങ്ങളൊക്കെ തന്നെയാണ് ഞാൻ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും അന്ന് വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല. മെയിനായിട്ടും സ്റ്റീൽ പാത്രങ്ങൾ, കുക്കറുകൾ, ഇതെല്ലാം പഴയതായിരുന്നു. പുതിയതൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. പിന്നെ എൻ്റെ അമ്മയുടെ കയ്യിൽ ഒരു നല്ല പ്രസ്റ്റീജിൻ്റെ നോൺ സ്റ്റിക്ക് ഫ്രൈങ് പാൻ ഉണ്ടായിരുന്നു, ഇച്ചിരി വലുത്. അതായിരുന്നു ഞാൻ അന്ന്. അത് നല്ലതായിരുന്നു. അത് ഞാൻ കുറേ നാൾ അമ്മ തന്നെ അത് കുറേ നാൾ മുമ്പ് ഉപയോഗിച്ച് ഞാനും അതിന് ലിഡും ഒക്കെ ഉള്ളായിരുന്നു. നല്ലൊരു പാത്രമായിരുന്നു. അത് ഞാൻ കളഞ്ഞ് ഒരു കൊല്ലം മുമ്പെങ്ങാണ്ട് ഞാൻ സത്യത്തിൽ അത് കളഞ്ഞത്. കാരണം അതുപോലെ കുറേ ഉപയോഗിച്ചത് അതുകൊണ്ട്. അപ്പോൾ അതായിരുന്നു ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അതിലായിരുന്നു മെയിനായിട്ടും ഞാൻ വെച്ചുകൊണ്ടിരുന്നത്. നോൺ സ്റ്റിക്ക് ഇതിൽ ഫ്രൈ ചെയ്യുമ്പോഴും എല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന അതിലായിരുന്നു. പിന്നെ എനിക്ക് കല്യാണത്തിന് കുറച്ച് ഗിഫ്റ്റ് കിട്ടിയായിരുന്നു. ഒരു 2-3 ഇതുപോലെ നോൺ സ്റ്റിക്ക് കടായി, തവ, ആ ടൈപ്പ് കാര്യങ്ങളൊക്കെ. പക്ഷെ അതെന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു 4 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ പരിപാടി, ആ നോൺ സ്റ്റിക്ക് കോട്ടിങ്. അപ്പം എല്ലാത്തിനും ക്വാളിറ്റി ആണല്ലോ മുഖ്യം. അപ്പോൾ നല്ല ഇച്ചിരി വില കൊടുത്ത് പാത്രം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. കുറേ നാൾ. അതിന് ഉദാഹരണങ്ങളാണ് ഈ 2. ഇതൊരു 5 കൊല്ലം പഴക്കമുള്ള 2 നോൺ സ്റ്റിക്ക് പാത്രങ്ങളാണ്. ഇച്ചിരി നമ്മൾ അപ്പം ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അത് വേറൊരു കാര്യം. മെയിൻറ്റെയിൻ ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അത് മാറ്റാതെ. അപ്പം അന്ന് ഇതുപോലെ ആ പാത്രം ഒരു 4-5 മാസം കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ കോട്ടിങ് ഒക്കെ ഇളകി തുടങ്ങി. അപ്പം അത് പിന്നെ ഞാൻ കളഞ്ഞു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഈ പറഞ്ഞ പോലെ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ നമുക്ക് വലുപ്പം എത്രത്തോളം ഉണ്ടെന്നുള്ള ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ, ഈ കടായുടെ കൂട്ടത്തിൽ തന്നെ ഞാൻ വാങ്ങിച്ച 2 പാത്രങ്ങളാണ് ഈ ഒരു വോക്കും എന്താ പറയുന്നത്, ഇതും കുക്ക് ആൻഡ് സെർവ് ആണ്. ഇത് രണ്ടും ഹോം സെന്ററിന്റെ ആണ്. അപ്പം ഈ ഒരു പാത്രം കണ്ടോ, ഇതില്
ഇതിപ്പോൾ ഞാൻ ഇതും ഈ പറഞ്ഞ 5 കൊല്ലമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് യൂസ് ചെയ്യുമ്പം ആദ്യമൊക്കെ ഞാൻ നോൺ സ്റ്റിക്കിൽ തടിത്തവി, ഞാൻ സ്റ്റീൽ ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ സ്റ്റീൽ സ്പൂണുകൾ ഉപയോഗിച്ച് ചെയ്യും എന്നുള്ള, അല്ലാതെ ഞാൻ മറ്റേ ഉള്ളിലോട്ട് ഞാൻ അടിഭാഗം തട്ടാതെ ഉപയോഗിക്കുന്നേ ഉള്ളൂ, അല്ലാതെ ഞാൻ ചെയ്യത്തില്ല. അപ്പോൾ ഞാൻ തടി ആണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി തടി ഉപയോഗിച്ചാലും ഈ നോൺ സ്റ്റിക്കിൽ അത്രയ്ക്ക് നല്ലതായിട്ട് ആവത്തില്ല എന്നുള്ളത് എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നി. അതോടെ ഞാൻ തടി സ്പൂണുകളുടെ പരിപാടി അങ്ങ് നിർത്തിയിട്ട് നോൺ സ്റ്റിക്ക് ഉപയോഗിക്കുമ്പം ഇതുപോലുള്ള സ്പാറ്റുല എന്നല്ല പറയുന്നത്, ഇതുപോലുള്ള, ഇത് സിലിക്കൺ ആണെന്ന് തോന്നുന്നു. ഇതുപോലുള്ള സംഭവം നോൺ സ്റ്റിക്കിൽ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പം എനിക്ക് ഒത്തിരി മാറ്റം. കാരണം ഇതൊട്ടും സ്ക്രാച്ച് വീഴത്തില്ല. ഈ ടൈപ്പ് സാധനങ്ങൾ നോൺ സ്റ്റിക്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒട്ടും സ്ക്രാച്ച് വീഴത്തില്ല. അപ്പോൾ ഈ 2 പാത്രങ്ങൾ ഞാൻ ഇതിൻ്റെ ഓൺലൈൻ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാം. ഇത് ഹോം സെൻറ്ററിൽ നിന്ന് ഞാൻ വാങ്ങിച്ചാണ്. ഇത് ഞാൻ ആദ്യമൊക്കെ ഞാൻ ഫ്രൈഡ് റൈസും അങ്ങനെയുള്ള എഗ് റൈസ്, ഫ്രൈഡ് റൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു. പിന്നെ എനിക്ക് പായസം വെച്ച് ഞാനിങ്ങനെ പാലടയും പാൽപ്പായസവും ഒക്കെ വെച്ച് തുടങ്ങിയപ്പം പിന്നെ ഇത് വേറെ ഒന്നിനും ഉപയോഗിക്കത്തില്ല. ഇത് പായസം ഉപയോഗിക്കാൻ വേണ്ടി മാത്രമായി. കാരണം ഇത് പായസം വെക്കാൻ ബെസ്റ്റ് സംഗതിയാണ്, അടുക്കി പിടിക്കത്തില്ല. ഇതിന് ഇത്രയും വായുള്ളത് കൊണ്ട് തിളച്ച് തൂവത്തില്ല പാലൊന്നും. അതുകൊണ്ട് ഇപ്പം ഞാൻ മെയിനായിട്ടും ഇത് പായസം വെക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല പാത്രം തന്നെയാണ്. ഇതിന് ഇതുവരെ അങ്ങനത്തെ സ്ക്രാച്ചും കാര്യങ്ങളും ഒന്നും വീണിട്ടും ഇല്ല, ഒന്നുമില്ല. ഇത് ഞാൻ അത്യാവശ്യം നല്ല, ഇത് ഞാൻ ഒത്തിരി യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഞാൻ നല്ല റൈസ് വെക്കാനും പായസം വെക്കാനും എല്ലാം എൻ്റെ വീഡിയോയിൽ മിക്കവാറും ഇത് കണ്ടിട്ടുണ്ടാകും, യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉപയോഗിക്കുന്ന കാര്യം ഇതാണ് കുറച്ചുകൂടി നല്ല. അത് എനിക്ക് ഈയിടെയാണ് ഈ ഒരു കാര്യത്തെപ്പറ്റി എനിക്ക് കൂടുതൽ മനസ്സിലായത്. തടി ഉപയോഗിക്കുന്നതിലും നല്ലത് ഈ ഒരു സിലിക്കോൺ. പക്ഷേ ഇതും നല്ല ക്വാളിറ്റി ഉള്ള വാങ്ങിക്കണം. ഇത് ഞാൻ ലുലുവിൽ നിന്ന് വാങ്ങിച്ചത്. ഈ ഒരു സംഭവം നല്ല ക്വാളിറ്റി ഉള്ളത്. ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു എന്താ പറയുന്നത് സ്പാറ്റുല. അതല്ലാതെ ഞാൻ ഇവിടെ അടുത്ത് ഹൈലൻഡ്സ് എന്ന് പറഞ്ഞ ഒരു കട ഉണ്ടല്ലോ, അവർ കേൾക്കുമെന്ന് എനിക്കറിയത്തില്ലേ, അതൊന്നും കേൾക്കത്തില്ലായിരിക്കും. അവരുടെ അവിടെ നിന്ന് ഞാൻ ഇതുപോലെ ഒരെണ്ണം വാങ്ങിച്ചു. അത് നമ്മുടെ ഇത് വഴറ്റുന്നതിനിടയ്ക്ക് പണി പറ്റിച്ചു, ഉരുകിപ്പോയി. എണ്ണ നമ്മൾ ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് ഇങ്ങനെ വഴറ്റത്തില്ലേ, അപ്പം അതെനിക്ക് പണി തന്നു. അത് ഉരുകിപ്പോയി. അത് മൊത്തത്തിൽ വഴറ്റിയതേ കളയേണ്ടി വന്നു. പക്ഷെ ഈ ഇത് ഞാൻ ലുലുവിൽ നിന്ന് വാങ്ങിച്ച സംഭവമാണ്. ഇതെന്തോ മേയർ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് എഴുതിയിരിക്കുന്നത്, കണ്ടോ? ഈ സംഭവം ഇപ്പം കുറച്ച് നാളായി എൻ്റെ കയ്യിലിരിക്കുന്നു. ഇനി ഇതുവരെ ഒരു കുഴപ്പം പറ്റിയിട്ടില്ല, നല്ലതാണ്. കുറേ നാളായി ഇത് ഞാൻ യൂസ് ചെയ്യുന്നു. പക്ഷേ എനിക്ക് ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അറിയത്തില്ല, ഞാൻ എവിടെയും കേട്ടിട്ടില്ല. സൈഡ് എഫക്ട്സ് ഒന്നും ഞാൻ കേട്ടിട്ടൊന്നുമില്ല ഇങ്ങനെയുള്ള സിലിക്കോൺ ബ്രഷ് യൂസ് ചെയ്യുന്നതുകൊണ്ട്. സിലിക്കോൺ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിന് ടെമ്പറേച്ചർ സംഭവം ഉണ്ട് ആക്ച്വലി. ഒരു നിശ്ചിത ടെമ്പറേച്ചറിന് അപ്പുറം പോയി കഴിഞ്ഞാൽ ഇത് ഉരുകുന്നാണ് ഞാൻ വായിച്ചിരിക്കുന്നത്. പക്ഷേ ഇതുവരെ എനിക്ക് പണി തന്നിട്ടില്ല. അതുകൊണ്ട് ഇതാണ് ഞാൻ നോൺ സ്റ്റിക്കിനെല്ലാം ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിലാണ് ഇപ്പം കുറച്ച് നാളായിട്ട് ഞാൻ ബിരിയാണി സെറ്റ് ചെയ്യുന്നത്, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്, ബിരിയാണി ദം ചെയ്യുന്നത്, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. മെയിനായിട്ടും ഇപ്പോൾ ഈ ഒരു പാത്രം ഞാൻ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. കാരണം ഇത് കുറച്ച് വലുതാണ്, നമുക്ക് ദമ്മൊക്കെ ഇടാൻ ബെസ്റ്റാണ് ഈ ഒരു പാത്രം. ഇതുവരെ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ. ഇത് 5 കൊല്ലത്തെ പാത്രമാണ്. ഇപ്പോഴും ഇതുണ്ടോ, ഇപ്പോഴും ഇതിനൊരു പുതിയ ലുക്കുണ്ട്. അങ്ങനെയുള്ള സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് വീണിട്ടില്ല. അടി കട്ടിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടികട്ടി അങ്ങനെ വലുതായിട്ട് വിനോദിൻ്റെ ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രത്തിൻ്റെ അത്രയൊന്നും ഹെവി ബോട്ടം ഒന്നും അല്ല, പക്ഷെ നല്ലതാണ്. ബിരിയാണി വെക്കുമ്പം ഞാനിത് മറ്റേ ദോശക്കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ വെക്കുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്യാം. ഇതൊരു അത്യാവശ്യം വേണ്ട ഒരു പാത്രമാണ്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു വലിയ പാത്രം വേണം, ഒരു വലിയ ഈ ടൈപ്പ് പാത്രം. അപ്പം
ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നവർ, ഞാൻ കല്യാണം കഴിഞ്ഞ് ശ്രീഹരിക്ക് ബിരിയാണി ഇഷ്ടമായതുകൊണ്ട് എനിക്ക് കുക്കിങ്ങിലും ഒരു താല്പര്യം ഉള്ളതുകൊണ്ടും, കുക്കിങ്ങിൽ താല്പര്യമില്ലാത്തവർ ഉണ്ടല്ലോ, അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ല കുക്കിങ്ങിലുള്ള താല്പര്യവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം താല്പര്യമുള്ളവർ അങ്ങനെയൊക്കെ ബിരിയാണി ഉണ്ടാക്കുന്നവർ, ഇപ്പം ഇതുപോലെ ന്യൂലി മാരീഡൊക്കെ ആണെങ്കിൽ ഈ ഒരു പാത്രം നല്ലതാണ്. ഇതുപോലൊരു പാത്രം ഉണ്ടെങ്കിൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ, ബിരിയാണി ദമ്മൊക്കെ ചെയ്യാൻ നല്ല പാത്രം, ക്ലീൻ ചെയ്യാനും ഒക്കെ എളുപ്പം. നോൺ സ്റ്റിക്ക് ക്ലീനിങ് ഒക്കെ നല്ലതാണ്. നമ്മൾ ഉപയോഗിക്കുമ്പം ഈ പറഞ്ഞുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ സ്റ്റീൽ സ്പൂണുകൾ ഉപയോഗിക്കുക, തടി ഉപയോഗിക്കാം, പക്ഷേ തടിയിലും എനിക്ക് നല്ലതിതായിട്ടാണ് തോന്നിയിരിക്കുന്നത്. സ്റ്റീൽ സ്പൂണുകൾ, സ്റ്റീൽ തവികൾ യൂസ് ചെയ്യൽ, സ്ക്രാച്ച് വീഴും. സ്ക്രാച്ച് വീണ ഈ കോട്ടിങ് എന്തോ കുഴപ്പം ആണെന്നൊക്കെ വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ചീത്ത എന്നൊക്കെയാണ് പറഞ്ഞ് കേൾക്കുന്നത്. രണ്ട് രീതിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അതിന് കുഴപ്പമില്ല എന്നൊരു സൈഡ് വാദിക്കുന്നുണ്ട്, കുഴപ്പമുണ്ടെന്നൊരു സൈഡ് വാദിക്കുന്നുണ്ട്. എന്താണെന്നല്ലേ അറിയത്തില്ല. നമ്മൾ സൂക്ഷിക്കാനുള്ള സൂക്ഷിക്കാത്രേ ഉള്ളൂ.